നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജന്റീന ചതിയന്മാരാണ്. ബ്രസീൽ അങ്ങനെയല്ല. കളിയിൽ ഫുൾ ചീറ്റിംഗ് ആണ് അർജന്റീന നടത്തുന്നത്. തുറന്നടിച്ച് വളരെ ഹാഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഇംഗ്ലീഷ് താരം സ്റ്റീവ് മാക്മനാമൻ. ഇംഗ്ലണ്ടിൻ്റെ മുൻ താരമാണ്, റയൽ മാഡ്രിഡിൻ്റെ താരമായിരുന്നു. വളരെ മനോഹരമായിട്ട് ഫുട്ബോൾ കളിച്ചിരുന്ന മാക്മനാമനെ ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾ, റയൽ മാഡ്രിഡ് ആരാധകരൊക്കെ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ ESPN ഒരു പ്രോഗ്രാമിലാണ് ഫൈനൽ മത്സരം വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അർജന്റീന വെറും ചീറ്റേഴ്സാണ്, ചീറ്റിംഗ് ആണ് നടത്തുന്നത്, വഞ്ചകരാണ് എന്നൊക്കെ പറയുന്നത്. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഓട്ടാമെൻറ്റി ആ ഒരു വീണത്, അതായത് സ്പെയിനിൻ്റെ ഒരു ഗോൾ ഡിസലവ് ചെയ്തല്ലോ, നിക്കോ വില്യംസിൻ്റെ ഗോള്. ആ സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ടച്ചിന് തന്നെ ഓട്ടാമെൻറ്റി ആരെങ്കിലും ഗ്യാലറിയിൽ നിന്ന് അയാളെ വെടിവെച്ചിട്ട പോലെ വീഴുകയാണ് ചെയ്തത്. ഇതൊക്കെ നാണം കെട്ട പരിപാടിയാണ് എന്നൊക്കെയാണ് മാക്മനാമൻ പറയുന്നത്. അതേസമയം ബ്രസീൽ ഇങ്ങനെയല്ല കളിക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. മാക്മനാമൻ പറയുന്നു, തീർച്ചയായിട്ടും കോപ്പ അമേരിക്ക മത്സരങ്ങളിൽ ഒരുപാട് ഫൗളുകൾ നമുക്ക് കാണാൻ പറ്റും, ശരി. പക്ഷെ ബ്രസീൽ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ മത്സരം വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും. ശരിയായ രീതിയിലാണ് ബ്രസീൽ മത്സരങ്ങൾ ജയിക്കാൻ ശ്രമിക്കുക. അവർ ഫൈറ്റ് ചെയ്യും, അവർ ടാക്കിളുകൾ ചെയ്യും, ഓഫ് കോഴ്സ്. പക്ഷെ അത് വ്യത്യസ്തമായ രൂപത്തിലാണ്. ബ്രസീലിന് ഇപ്പോൾ പഴയ പോലെയുള്ള താരങ്ങളില്ല. പക്ഷേ അർജന്റീന ചെയ്യുന്ന പോലെ ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ പരാഗ്വയുടെ കാര്യം, പരാഗ്വ എന്താ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ലെവൽ വ്യത്യസ്തമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഡിഫറെൻറ്റ് ലെവൽസ്. ഇപ്പോൾ ഫ്രാൻസും പരാഗ്വയും തമ്മിൽ, രണ്ട് ടീമുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പം നമുക്കത് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അഗ്രസീവായിട്ട് നമ്മൾ റൺ ചെയ്യുന്നു, വിത്തൗട്ട് ഒരു ക്രോസും, ഒരു തരത്തിലുള്ള ലിമിറ്റും ക്രോസ് ചെയ്യാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതേസമയം കോൺസ്റ്റൻ്റ്ലി ചീറ്റിംഗ് നടത്തുന്നതോ, സ്ഥിരമായിട്ട് ഇങ്ങനെ ചതി നടത്തുക. കാരണം ഇന്ത്യ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ടച്ച്, എന്നിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് അങ്ങ് വീഴുക. അപ്പോൾ ആ ഡിസലൗഡ് ഗോള് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഓട്ടോമൻറ്റിയുടെ ഫുട്ടിൽ സ്റ്റോംപ് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ അത് ആരെങ്കിലും അയാളെ സ്റ്റേഡിയത്തിൽ നിന്ന്, ഗ്യാലറിയിൽ നിന്ന് വെടിവെച്ചിട്ട പോലെയാണ് അയാൾ വീണത്. അതൊരു ആക്സിഡൻ്റൽ സ്റ്റോംപാണ്, അയാളുടെ ടോലാണ് സംഭവിച്ചത്. ഇതിനേക്കാൾ വലിയ കോണ്ടാക്റ്റുകൾ എല്ലാ കോർണർ കിക്കുകളിലും സംഭവിക്കുന്നത്. താരങ്ങൾ പരസ്പരം ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവും, സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമൊക്കെ നടത്തും. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആരും ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളും പറയാറില്ല. അപ്പോൾ സ്മോൾ ടച്ചുകൾ അത് സംഭവിക്കാം. ഇപ്പോൾ ഇവിടെ ഫീറ്റിലൊരു ചെറിയ ടച്ചാണ് സംഭവിച്ചത്, അത് ആക്സിഡൻ്റലാണ്. എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് അങ്ങ് പറന്ന് വീഴുകയാണ്. ദാറ്റ്സ് ചീറ്റിംഗ് എന്നാണ് മാക്മനാമൻ എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഫൈനൽ വളരെ മോശമായിട്ടാണ് അർജന്റീന കളിച്ചത്. അവർ എന്താ ചെയ്തത്? അവർ വളരെ മോശമായിട്ട് കളിക്കുക, എല്ലാവരെയും ചവിട്ടുക, പഞ്ച് ചെയ്യുക, എന്നിട്ട് സിമുലേഷൻ നടത്തുക, എന്തും ചെയ്യുക വിജയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പരാഗ്വയുടെ ഫ്രാൻസിനെതിരെയുള്ള പെർഫോമൻസിലൂടെ നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ. ഇത് അതിനേക്കാൾ മോശമാണ്, വളരെ മോശമാണ് ഈ ഒരു ഫൈനലിൽ അർജന്റീന കളിച്ചത് എന്നുകൂടി സ്റ്റീവ് മാക്മനാമൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.